ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മുടെ ചാപ്റ്റർ ലാസ്റ്റ് പാർട്ടാണ്. അതായത് പ്രോഗ്രാമിംഗ് കഴിഞ്ഞു, അതിൻ്റെ ശേഷമുള്ള ഈ തിയറി സെക്ഷനിലുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ 11 ടോപ്പിക്സ് ഉണ്ട്. അപ്പം പൊതുവെ വരുന്ന ഒരു ഡൗട്ടാണ്, ഒരു 33ഓളം ചാപ്റ്റർ അല്ലെങ്കിൽ 33ഓളം പേജ് പഠിക്കണം. ആ പഠിക്കാൻ സാറേ ആ ചാപ്റ്റർ കണ്ട് ക്ലിയർ ആവുന്നില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 6-7 ക്വസ്റ്റ്യൻസ് മാത്രമുണ്ട്, അത് മാത്രം പഠിക്കാം, അത് മാത്രമേ നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. യെസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് കുറച്ച് വൺ വേർഡുകളുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾ. ഇങ്ങനൊരു വാക്ക് കണ്ടാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾ, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഗേറ്റ് വേ എന്ന് പറയും. സത്യത്തിൽ ഇത് തിയറി പോർഷൻസ് കഴിഞ്ഞതിന് ശേഷം വൺ വേർഡുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് അത് ക്ലിയർ ആവും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, any device which is directly connected to networking is generally known as. നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഓരോ ഡിവൈസിനെയും പറയുന്ന പേരാണ് നോഡ് എന്ന് പറയും, നോഡ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്മിഷൻ മീഡിയ. അപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയയിലേക്ക് എത്തി. അതായത് ഒരുപാട് മീഡിയ, വയേർഡ് ഉണ്ട്, വയർലെസ് ഉണ്ട്, അല്ലെങ്കിൽ ഗൈഡഡ് മീഡിയ ഉണ്ട്, അൺഗൈഡഡ് മീഡിയ. അപ്പോൾ വയേർഡ് മീഡിയയിൽ ക്യാരീസ് ലൈറ്റ് സിഗ്നലാണ്. ലൈറ്റ് ആണെങ്കിൽ അത് ഏത് വരാം? ട്വിസ്റ്റഡ് പെയർ ആണോ? അല്ല. കോയാക്സൽ കേബിൾ ആണോ? അല്ല. ഒപ്റ്റിക്കൽ ഫൈബർ. ആൻസർ ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇന്റർനെറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. 4 ടൈപ്പ് നെറ്റ്വർക്കുള്ളത്: വാന്, ലാന്, മാന്, പാന്. അപ്പോൾ അതിലുള്ള ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ വാനാണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. സോ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ലാൻ ടോപ്പോളജി. അപ്പം ഓരോ സെക്ഷനിൽ ഓരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആ രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്ത് പഠിപ്പിക്കുക. ആ ഉദ്ദേശത്തിലാണ് ഈ സെക്ഷൻ. യെസ്, വൺ ലാൻ ടോപ്പോളജി ഇൻ വിച്ച് ദർ ആർ മോർ ദാൻ വൺ പാത്ത് ബിറ്റ്വീൻ നോഡ്സ്. ഒരു കമ്പ്യൂട്ടർ ബാക്കി എല്ലാ കമ്പ്യൂട്ടറിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി. ഇൻ ഡാഷ് ടോപ്പോളജി ഓൾ ദ നോഡ്സ് ആർ കണക്റ്റഡ് ടു മെയിൻ കേബിൾ. ഒരൊറ്റ കേബിളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബസ് ടോപ്പോളജി. ബസ്. ഡാഷ് അഡ്രസ് ഓഫ് കമ്പ്യൂട്ടർ കാൺ ബി ചേഞ്ച്. എന്ത് അഡ്രസ്സാണ്? 2 ടൈപ്പ് അഡ്രസ് ഉണ്ട്, IP അഡ്രസ് ഉണ്ട്, മാക് അഡ്രസ് ഉണ്ട്. സോ ദ ആൻസർ ഈസ് മാക് അഡ്രസ്. IP അഡ്രസ് ചേഞ്ച് ചെയ്യാം. NIC നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ഡിവൈസും NICയുമായിട്ടാണ് കണക്ട് ചെയ്യുക. NIC മീൻസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്സ്. യെസ്, നെക്സ്റ്റ് വൺ, HTTP റെഫർ ടു. HTTP പ്രോട്ടോകോൾ ആണ്. സോ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണോ? അല്ല. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. നെക്സ്റ്റ് വൺ, ഡിമോഡുലേഷൻ. മോഡത്തിൻ്റെ 2 പാർട്ടാണ്. മോഡുലേഷൻ അല്ല, മോഡം മീൻസ് മോഡുലേഷൻ പ്ലസ് ഡിമോഡുലേഷൻ എന്നാണ്. അപ്പം മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ അനലോഗിനെ ഡിജിറ്റൽ ആക്കലാണ്. അപ്പോൾ ഡിമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഡിജിറ്റൽ അല്ല അനലോഗ് ടു ഡിജിറ്റൽ. വേവ് രൂപത്തിലുള്ളതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിമോഡുലേഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്മിഷൻ മീഡിയ ക്യാരീസ് ദ ലൈറ്റ്? അഗെയിൻ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് വൈഫൈ. വൈഫൈൻ്റെ ഫുൾ ഫോം വയർലെസ് ഫിഡിലിറ്റി. മാക്കിൻ്റെ ഫുൾ ഫോം മീഡിയ ആക്സസ് കൺട്രോൾ. IP-ൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. യെസ്, ഇനിയുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, JZ1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസീമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അത് പഠിക്കണം, നിർബന്ധമാണ്. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്? അടാ, ഡാറ്റ ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം. ഡാറ്റ ഷെയറിംഗ് ആണ്. അതേപോലെ റിസോഴ്സ് ഷെയറിംഗ് ആണ്. റിസോഴ്സ് ഷെയറിംഗ്. മൂന്നാമത്തത്, നെറ്റ്വർക്ക് ഫോം ചെയ്താൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. എത്ര കമ്പ്യൂട്ടേഴ്സും നമുക്ക് ആഡ് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് സ്കേലബിൾ എന്ന് പറയും. ഒരു സിസ്റ്റം ഫെയിൽ ആയാലും ബാക്കിയുള്ളവരെ അത് എഫക്റ്റ് ചെയ്യൂല. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് റിലയബിൾ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ 5 പോയിന്റ്സ് എങ്കിലും പഠിക്കുക. ഡാറ്റ ഷെയറിംഗ്, റിസോഴ്സ് ഷെയറിംഗ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, സ്കേലബിൾ, റിലയബിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ജസീമിൻ്റെ 2ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടെ ഒരുപാട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. ഹബ്ബ്, സ്വിച്ച്, NIC കാർഡ്, ബ്രിഡ്ജ്, റൗട്ടർ, ഗേറ്റ് വേ. അല്ലേ, ആ സാധനത്തിൽ ഏതെങ്കിലും 2 ഹബ്ബ്, സ്വിച്ച്, ഇതാണ് ഇത് പെയറായിട്ടേ വരുള്ളൂ.
ഹബിൻ്റെ കൂടെ സ്വിച്ച് അല്ലെങ്കിൽ ബ്രിഡ്ജ് റൗട്ടർ ഗേറ്റ്വേ അതൊരു പെയറാണ്. അപ്പോൾ ഹബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസും കണക്ട് ചെയ്തത് ഹബ്ബാണ്. ഇൻ്റലിജൻറ്റ് ഹബ്ബാണ് സ്വിച്ച്. ഇൻ്റലിജൻറ്റ് ഹബ്ബാണ് സ്വിച്ച്. ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ഹബ്ബാണ്. സോ നെക്സ്റ്റ് വൺ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് വേറെ തന്നെ പഠിക്കേണ്ട JZ2ൻ്റെ ഭാഗം, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അത് മാത്രം പഠിക്കുക. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ആ ഡിവൈസസിൽ NIC കാർഡ്, ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ്, റൗട്ടർ, ഗേറ്റ്വേ, റിപ്പീറ്റർ, ഈ 8 എലമെൻസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എലമെൻറ്റ്സ്. മോഡം മറ്റൊരു സെക്ഷനാണ്. ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് ആണ് മോഡത്തിൻ്റെ പ്രത്യേകത. മോഡുലേഷൻ പ്ലസ് ഡിമോഡുലേഷൻ ആണ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ്. തിരിച്ചുള്ള പ്രോസസ്സ് അനലോഗ് ടു ഡിജിറ്റൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിമോഡുലേഷൻ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ച്, ബ്രിഡ്ജ്, റൗട്ട്വേ അല്ലേ, റൂട്ടർ, ഗേറ്റ്വേ, ഇത് മൂന്നും ഒരു പെയറാണ്. അതായത് ഒരു നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആക്കി അവിടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് കോൾഡ് ബ്രിഡ്ജ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോഡാണ് സെയിം നെറ്റ്വർക്ക് സെയിം പ്രോട്ടോക്കോൾ. എന്നാൽ റൗട്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്കാണ്, സെയിം പ്രോട്ടോക്കോളാണ്. ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളാണ്. യെസ്, അവിടെ ആ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സർ എന്നാൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ചാനലാക്കി കാണും. യെസ്, മോഡം, സ്വിച്ച്, ഗേറ്റ്വേ, മൾട്ടിപ്ലക്സർ, റൗട്ടർ. അപ്പോൾ എന്താ മൾട്ടിപ്ലക്സർ? എന്താ? ഇറ്റ് കമ്പൈൻ ഒരുപാട് ഇൻപുട്ട് ഫ്രം ദ ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് സെൻഡ് ദം ത്രൂ ഡിഫറെൻറ്റ് ചാനൽ. കണ്ടോ, ഒരുപാട് കമ്പ്യൂട്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ചാനൽ കൂടെ വിടുക. ആദ്യം ഈ കമ്പൈൻ ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് മൾട്ടിപ്ലക്സർ, സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് ഡിമൾട്ടിപ്ലക്സർ. സോ എസ് ആയിട്ട് പഠിക്കേണ്ടതാണ് JZ3. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പോളജി. 4 ടോപ്പോളജി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബസ്, റിങ്, സ്റ്റാർ, മെഷ്. ആ ടേമിൽ തന്നെ ഉണ്ട്. ബസ് എന്ന് പറഞ്ഞാൽ ഒരു കേബിളിലേക്ക് ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ. അപ്പോൾ ഇതിൽ ആൾക്കാരെ എണ്ണം കൂട്ടാൻ പറ്റുമോ? പറ്റും. സ്കേലബിൾ ആണ്, റിലയബിൾ ആണ്. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ, സോ ഇറ്റ് റിക്വയർ ലെസ് കേബിൾസ്. സെക്കൻഡ് തിങ് ഈസ് റിംഗ് ടോപ്പോളജി ആണ്. റിംഗ് മീൻസ് ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ മാനർ. സർക്കുലർ മാനറിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതാണ്. അപ്പോൾ ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ മാനർ. ഈ നോഡ് ഈസ് ഒരൊറ്റ കമ്പ്യൂട്ടർ തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഈ നോഡ് ഈസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അഡ്ജസൻറ്റ് നോഡ്സ്. ആളുകളുടെ എണ്ണം കൂട്ടാൻ പറ്റുമോ? ഇല്ല. നോട്ട് സ്കേലബിൾ ആണ്. ഒന്ന് ഫെയിലായി, അപ്പം എന്തായി? ആ റിങ് ഫെയിലാവും, അപ്പം നോട്ട് റിലയബിൾ ആണ്. സോ നെക്സ്റ്റ് വൺ സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്നാൽ എല്ലാവരും ഒരു സെൻട്രൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ സെർവർ. സെർവർ മേ ബി ഹബ് ഓർ സ്വിച്ച്. സെർവർ പോയാൽ മൊത്തം സിസ്റ്റം പോകും. ഇഫ് ദ സെർവർ ഈസ് ഫെയിലർ ഇറ്റ് എഫക്ട് ദ എൻറ്റയർ നെറ്റ്വർക്ക്. രണ്ടാമത്തത് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്നാൽ എന്താ? ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് വൃത്തിയിൽ പഠിക്കണം. ഓരോന്നിനും 4 പോയിന്റ് വീതം ആ സെറ്റാക്കി പഠിക്കുക. സ്റ്റാർ, മെഷ്. കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാം ഇതാണ്. അപ്പോൾ സ്റ്റാർ, മെഷ്, റിങ്, ബസ്. There are 5 computers in your computer lab. Write short note on any 3 possible methods to interconnect these computers. Draw the diagram. Simple topology and same topology question. അത് 5 ചിത്രം വെച്ചിട്ട് 5 ഡയഗ്രം വെച്ചിട്ട് 5 കമ്പ്യൂട്ടർ വെച്ചിട്ട് 5 നോഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. സിമ്പിളാണ്, ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ JZ4 ആണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക. JZ4 ആണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പറയുമ്പോൾ 4 ടൈപ്പ് നെറ്റ്വർക്കുകൾ. പാന്, ലാന്, വാനും. എന്താ പാന്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പഠിക്കുമ്പം ഇതിങ്ങനെ പഠിക്കാം. എന്താ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ വൈഫൈ വഴിയുള്ള ട്രാൻസ്മിഷനാണ്. അപ്പോൾ അതിന് എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല, നെഗ്ലിജിബിൾ ആണ്. സ്പീഡോ ഹൈ സ്പീഡാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 10 മീറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ആ ഇൻ്റർനെറ്റ് എന്നുള്ള നേരത്തെ പോയിന്റ് നമുക്ക് കിട്ടിയത്. സോ നെക്സ്റ്റ് വൺ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. അതായത് ഇത് ഫിഫ്ത്ത് വൺ അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്കാണ്. 2 ടൈപ്പ് അഡ്രസ്സ് ഉണ്ട്. IP അഡ്രസ്സും MAC അഡ്രസ്സും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള IP അഡ്രസ്സ് പറഞ്ഞാൽ ഇപ്പോൾ 127.168.4.32 എന്നൊക്കെ പറയും. അതായത് ഒരു 4 പാർട്ട് യുണീക്ക് നമ്പറാണ്.
IP address, രണ്ട് ടൈപ്പ് IP address ഉണ്ട്. IPv4 ഉണ്ട്, IPv6 ഉണ്ട്. IPv4ന്റെ കേസിലാണെങ്കിൽ 32 ബിറ്റ്, IPv6ന്റെ കേസിലാണെങ്കിൽ 128 ബിറ്റ് ആണ്. MAC അഡ്രസ്സിലേക്ക് വരാം. MAC അഡ്രസ്സിന്റെ ഫുൾ ഫോം ആണ് മീഡിയ ആക്സസ് കൺട്രോൾ. മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറയും. മീഡിയ ആക്സസ് കൺട്രോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണ്. 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണ്. എന്താ ഈ 12 ഡിജിറ്റിന്റെ പ്രത്യേകത? ഹെക്സാഡെസിമൽ നമ്പറാണ്. 12 ഡിജിറ്റ് ആദ്യത്തെ 6 ഡിജിറ്റ്, ഫസ്റ്റ് 6 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ദ മാനുഫാക്ചർ ID, റിമൈനിങ് 6 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് പ്രൊഡക്റ്റ് ID. അപ്പോൾ അവിടെ തീർന്നു. മോഡ് മീൻസ് രണ്ട് പാർട്ടാണ്, മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ ആണ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കുക, അതേപോലെ തിരിച്ച് കൺവേർട്ട് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ഡിമോഡുലേഷൻ. ദാറ്റ് ഈസ് അനലോഗ് ടു ഡിജിറ്റൽ ആണ്. അവിടെ ആ സെക്ഷൻ തീർന്നു. ദ ലാസ്റ്റ് വൺ ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 6 ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക, ഇത് മതി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഒരു വെബ്സൈറ്റിൽ നെയിം കൊടുക്കുമ്പോൾ അല്ല, ഈസ് എ ഫോർമാറ്റഡ് ടെക്സ്റ്റ് സ്ട്രിംഗ് ആണ് യൂസ്ഡ് ബൈ വെബ് ബ്രൗസർ ടു ഐഡന്റിഫൈ എ നെറ്റ്വർക്ക് റിസോഴ്സ് ഓൺ ദ ഇന്റർനെറ്റ്. 3 പാർട്ടാണ് ഒരു വെബ്സൈറ്റിൽ. ഇപ്പോൾ അതാ ഒരു എക്സാമ്പിൾ, http:/www.amazon ആണെങ്കിൽ amazon.com .in index.html ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ 3 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് പ്രോട്ടോകോൾ, സെക്കൻഡ് പാർട്ട് ഈസ് കോൾഡ് ഡൊമൈൻ നെയിം ആൻഡ് തേർഡ് പാർട്ട് ഈസ് കോൾഡ് ഫയൽ നെയിം. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ 6 ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒരു കുട്ടി പോകരുത്. സെറ്റല്ലടാ.